ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിന്റെയും കാർത്തികയുടെയും ശാന്തി മുഹൂർത്തത്തിനുള്ള സമയം കുറിക്കാനെത്തിയ ജ്യോത്സ്യൻ അത് കുറിച്ചു നൽകാതെ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ട് ദേഷ്യപ്പെടുന്നു സത്യഭാമ. ഇതുപോലെയുള്ളവരെയാണോ ഈ ഒരു കാര്യത്തിന് വിളിച്ചത് എന്ന് ചോദിച്ച്, ഇങ്ങനെയുള്ളവരെയൊക്കെ ഇക്കാര്യത്തിനാണോ നിയോഗിക്കുന്നത് എന്ന് ചോദിച്ച്, ഇയാളെ വിളിച്ച് എന്നെ വേണം പറയാൻ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് സത്യാമ്മ നിൽക്കുമ്പോൾ രാഘവൻ നായർ പറഞ്ഞു, അതെ, പ്രകൃതിക്ക് പോലും മനസ്സിലായി ഇത് ചേരേണ്ടാത്തവരാണ് എന്ന്. അത് നിനക്ക് മാത്രമാണ് മനസ്സിലാകാത്തത്, നക്ഷത്രങ്ങൾക്ക് പോലും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്ന് രാഘവൻ നായർ പറയുമ്പോൾ സത്യഭാമ ദേഷ്യത്തോടെ രാഘവൻ നായരെ നോക്കി. അപ്പോഴാണ് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി ആ ജോത്സ്യന്റെ പിന്നാലെ പോകുന്നത്. ഈ സമയത്ത് മട്ടുപ്പാവിലേക്ക് വന്ന ശ്യാമ വിഷ്ണു ജോത്സ്യനരികിലേക്ക് പോകുന്നത് കാണുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനായി അവിടെ നിന്ന് ശ്യാമ നോക്കുമ്പോ വിഷ്ണു ജോത്സ്യന്റെ പിന്നാലെ ഓടിയെത്തി. അപ്പോഴേക്കും ജോത്സ്യൻ പറഞ്ഞു, അയ്യോ വിഷ്ണുമോനെ, എന്നെ ഒന്നും ചെയ്യില്ല വിഷ്ണു കുഞ്ഞെ, ഞാൻ പോവാ, എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് അദ്ദേഹം പോകാൻ തുടങ്ങുമ്പോൾ വിഷ്ണു പറഞ്ഞു, അയ്യോ പോകല്ലോ തിരുമേനി, അവിടെ നിൽക്ക്. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, എനിക്കറിയാം, എന്നെ തല്ലാനാണല്ലേ കുട്ടിവർ വിഷ്ണു കുഞ്ഞു എന്റെ പിന്നാലെ വന്നത്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം പോകാൻ തുടങ്ങുമ്പോൾ അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, ഹേ, അങ്ങനെയാണെന്ന് ആരാ പറഞ്ഞത്, അവിടുന്ന് നിന്നേ, ഇപ്പൊ തന്നെ പോകാം എന്ന് പറഞ്ഞ് വിഷ്ണു തിരുമേനിയെ പിടിച്ചു നിർത്തി. എന്നിട്ട് പറഞ്ഞു, തിരുമേനി എന്റെ ചക്കര കുടവല്ലേ എന്ന് പറഞ്ഞ് വിഷ്ണു തിരുമേനിയുടെ കവിളത്തൊക്കെ പിടിക്കുന്നു. ഇത് കണ്ടതോടെ ശ്യാമ അതിശയത്തോടെ നോക്കി. അപ്പോഴേക്കും വിഷ്ണുവിന്റെ പെരുമാറ്റം കണ്ട് ജോത്സ്യനുമാകെ സംശയമായി. ഉടനെ തന്നെ ജോത്സ്യനോട് വിഷ്ണു പറഞ്ഞു, അതെ, തിരുമേനി ചെയ്തു തന്ന ഈ ഉപകാരത്തിന് ഞാൻ എന്താ പാരിതോഷികം തരുന്നത്. അത് കേട്ടതും ഉടനെ തന്നെ എന്താ വിഷ്ണു കുഞ്ഞിങ്ങനെയൊക്കെ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞതും ഉടനെ വിഷ്ണു പറഞ്ഞു, അതെ, അതിന് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലല്ലോ കുഞ്ഞെ എന്ന് കൂടി അദ്ദേഹം ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, ചില സമയത്ത് അങ്ങനെയാണ്, നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ അത് വലിയൊരു ഉപകാരമായി മാറും. അതാണ്, അതിന് ഞാൻ ഒരു സമ്മാനം തരാമെന്ന് പറഞ്ഞ് വിഷ്ണു തന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് നോട്ടുകൾ കയ്യിലെടുത്തു. അത് അദ്ദേഹത്തിന് നേരെ നീട്ടിയത് അദ്ദേഹം പറഞ്ഞു, അയ്യോ എനിക്ക് വേണ്ട കുഞ്ഞെ, എനിക്കിത് വേണ്ട. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, ഇത് തിരുമേനി വാങ്ങിയില്ലെങ്കിൽ, അങ്ങനെ വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ തിരുമേനിയുടെ ദേഹം കേടാകും. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഇത് തിരുമേനി എന്റെ കയ്യിൽ നിന്ന് വേറെ സമ്മാനങ്ങൾ വാങ്ങിച്ചു കൂട്ടുക. എന്താ, അത് വേണോ എന്ന് വിഷ്ണു ചോദിച്ചപ്പോഴേക്കും, അയ്യോ വേണ്ട, ഞാൻ മേടിച്ചോളാവേ എന്ന് പറഞ്ഞ് അദ്ദേഹം വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് ആ പണം വാങ്ങിച്ചു. അപ്പോഴേക്കും അദ്ദേഹത്തിനാകെ സംശയമായി. ഉടനെ അദ്ദേഹം ആലോചിച്ചു, അല്ല, സാധാരണ വിവാഹം നടന്നില്ലെങ്കിൽ പോലും ശാന്തി മുഹൂർത്തം വേണമെന്നാണ് ആളുകൾ നിർബന്ധം പിടിക്കാറ്, പക്ഷെ ഇവിടെ എന്താ ഇങ്ങനെ എന്ന് ആലോചിച്ച് ആകെ സംശയത്തോടെ അദ്ദേഹം നിൽക്കുമ്പോൾ വിഷ്ണു ചോദിച്ചു, അല്ല, എന്താ തിരുമേനിക്കൊരു സംശയം? അല്ല കുഞ്ഞെ, എന്റെ സംശയം എന്തെന്ന് വെച്ചാ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, തിരുമേനിയുടെ സംശയമൊക്കെ തിരുമേനിയുടെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ, തൽക്കാലം ഇനി തിരുമേനി പൊയ്ക്കോ, എന്തായാലും ഈ ഒരു ഉപകാരത്തിന് ഒത്തിരി നന്ദിയുണ്ടെന്ന് പറഞ്ഞ് വിഷ്ണു തിരുമേനിയോട് പൊയ്ക്കോളാനെ അറിയിച്ചു. എന്നാ ശരി കുഞ്ഞെ എന്ന് പറഞ്ഞ് അവിടുന്ന് തിരുമേനി പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും ആകെ സംശയത്തോടെ അദ്ദേഹം നിന്നു. അല്ല കുഞ്ഞെ, എന്നാലും എന്ന് ചോദിച്ചതും, ഇനിയാണ് ഇതുപോലുള്ള സംശയമായിട്ട് നിന്നാലാണ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക തിരുമേനിയുടെ ദേഹം കേടാവുന്നത്, എന്താ വേണോ എന്ന് ചോദിച്ചതും, അയ്യോ വേണ്ട കുഞ്ഞെ, പൊയ്ക്കോളാവേ എന്ന് പറഞ്ഞ് അദ്ദേഹം ആ പണവും വാങ്ങിച്ച് അവിടെ നിന്ന് പോകുന്നു. അദ്ദേഹം പോയി കഴിയുമ്പോൾ വിഷ്ണു എന്തോ വലിയൊരു വിജയം കൈവരിച്ച സന്തോഷത്തിൽ സ്ത്രീ അകത്തേക്ക് വരുന്നത് കണ്ട് ശ്യാമയ്ക്കാകെ സംശയമായി. ഇതിലെന്തോ ഒരു പന്തികേടുണ്ടല്ലോ. കുഞ്ഞേച്ചി പറഞ്ഞതുപോലെ തന്നെ ഈ വിഷ്ണുവേട്ടന്റെയും കാർത്തികയുടെയും വിവാഹത്തിനിടയിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ താൻ കുറച്ചു മുമ്പ് അവരുടെ റൂമിൽ വെച്ച് അങ്ങനെയൊന്നും കേൾക്കുകയുണ്ടായിരുന്നില്ലല്ലോ. എന്താണെന്ന് കുഞ്ഞേച്ചിയെ തന്നെ വിളിച്ച് വിവരം സംസാരിക്കാം എന്ന് വിചാരിച്ച് ശ്യാമ ഉടനെ തന്നെ ശാലിനിയുടെ ഫോണിലേക്ക് വിളിച്ചു. ശാലിനി കോൾ എടുത്തതും ശ്യാമ പറഞ്ഞു, അതെ കുഞ്ഞേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ഏകദേശം ഇപ്പോ അത് സത്യമാണെന്നാ തോന്നുന്നത്. ഞാനിപ്പോ ഒരു കാഴ്ച കണ്ടു കുഞ്ഞേച്ചി. ഞാൻ റൂമിൽ ചെന്നപ്പോ വിഷ്ണുവേട്ടൻ താലിമാലയുടെ കാര്യം കാർത്തികയോട് പറയുകയായിരുന്നു എന്ന് പറഞ്ഞ് നടന്ന സംഭവങ്ങൾ ശ്യാമ ശാലിനിയെ അറിയിച്ചു. അതിനുശേഷം ഇന്ന് സത്യാമ്മ പറഞ്ഞ അനുസരിച്ച് ജ്യോത്സ്യം വന്നിരുന്നു വിഷ്ണുവേട്ടനെയും ആ കാർത്തിക എന്ന് പറയുന്നവരുടെയും ശാന്തി മുഹൂർത്തത്തിന്റെ ഡേറ്റ് കുറിക്കാനായിട്ട്. അപ്പോ ഇവിടെ വന്ന തിരുമേനിക്ക് അച്ഛനും പൊന്നിച്ചേച്ചിയും ചേർന്ന് എന്തോ ഒരു പണി കൊടുത്തു. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പിന്നാലെ വിഷ്ണുവേട്ടനും പോയി. ഇതെന്താ കാര്യം എന്നറിയാൻ ഞാൻ നോക്കിയപ്പോ വിഷ്ണുവേട്ടൻ ആ തിരുമേനിയെ പിടിച്ചു നിർത്തി അയാൾക്ക് പാരിതോഷികം നൽകി. ഇങ്ങനെ ഒരു കാര്യമാണെങ്കിൽ അവരുടെ രണ്ടുപേരെയും വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പരസ്പരം സ്നേഹത്തിലായിരുന്നവർ തമ്മിൽ വിവാഹിതരായതാണെങ്കിൽ ഒരിക്കലും ശാന്തി മുഹൂർത്തത്തിന്റെ ഈ ഒരു ഡേറ്റ് അത് കുറിക്കാതിരിക്കുന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരിക്കലും പാരിതോഷികം നൽകാൻ പോകുന്നില്ല. മാത്രമല്ല, എത്രയും വേഗം ശാന്തി മുഹൂർത്തം നടത്താനല്ലേ അവർ ശ്രമിക്കുകയുള്ളൂ. അതുമാത്രമല്ല, ഇന്നലെ ശാന്തി മുഹൂർത്തത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ കാർത്തികയുടെയും വിഷ്ണുവേട്ടന്റെയും മുഖത്ത് വല്ലാത്തൊരു ആശങ്കയുണ്ടായി. ഇന്ന് രാവിലെ ചെന്ന് ഞാൻ അക്കാര്യത്തിന് അമ്മ
സത്യാമ്മ ക്ഷണിക്കുന്നു അല്ലെങ്കിൽ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരുടെ മുഖത്ത് വല്ലാത്ത ഭയം ഞാൻ കണ്ടിരുന്നു. ഇന്ന് ജോത്സ്യനരികിൽ വന്ന് അവർ രണ്ടുപേരും നിന്നതും വല്ലാത്ത ആശങ്കയോടെയായിരുന്നു. എന്നാൽ ജോത്സ്യൻ ഇതൊന്നും നടക്കില്ലെന്നും ഈ വിവാഹത്തിന് ശാന്തി മുഹൂർത്തം ഈ അടുത്ത കാലത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞ്, നല്ലൊരു മുഹൂർത്തം ഇല്ലെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നത് കണ്ടപ്പോഴാണ് കാർത്തികയ്ക്കും വിഷ്ണുവേട്ടനും ജീവൻ നേരെ വീണത്. അപ്പോൾ അതിലെന്തോ പന്തികേടുണ്ടെന്ന് എനിക്ക് തോന്നി കുഞ്ഞേച്ചി എന്ന് ശ്യാമ പറഞ്ഞു. അത് കേട്ടതും ശാലിനി പറഞ്ഞു, അതെ, അപ്പോൾ എൻ്റെ സംശയം ശരി തന്നെയാണ്. അവരുടെ വിവാഹ കാര്യത്തിൽ അവരെന്തോ നമ്മുടെ മുന്നിൽ മറച്ചു വെക്കുന്നുണ്ട്. അവരുടെ വിവാഹം കഴിഞ്ഞു എന്ന കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ രണ്ടുപേരും കൂടി എന്തിനാണ് ഇങ്ങനൊരു നാടകം കളിക്കുന്നത്? അത് സത്യാമ്മയുടെ മുന്നിൽ പോലും. വിഷ്ണുവേട്ടനും ഇതിന് കൂട്ടു നിൽക്കുന്ന എന്തിനായിരിക്കും? ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തിയേ തീരൂ എന്ന് ശാലിനി തീരുമാനിച്ചു. ശാലിനി ശ്യാമയോട് പറഞ്ഞു, എന്തായാലും ആ കാർത്തികയുടെ നീക്കങ്ങൾ നീ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഒരു കണ്ണ് അവളുടെ മേൽ എപ്പോഴും വേണം മോളെ എന്ന് പറഞ്ഞപ്പോൾ ശ്യാമ പറഞ്ഞു, കുഞ്ഞേച്ചി, എൻ്റെ ഒരു കണ്ണല്ല, എൻ്റെ രണ്ട് കണ്ണും ഞാൻ അവളുടെ പിന്നാലെ തന്നെ പായിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. ഈ സമയത്ത് വിഷ്ണുവിന്റെയും ശാലിനിയുടെയും ജീവിതം തകർത്തതിന്റെ സന്തോഷമായിരുന്നു മനുഷ്യരുടെ മനസ്സിൽ. എന്തായാലും ഇന്നലെ നടന്ന സംഭവങ്ങൾക്ക് ശേഷം രാത്രിയിൽ വിഷ്ണു ശാലിനിയെ കാണാൻ പോയിട്ട് വന്നിട്ട് എന്താ സംഭവിച്ചതെന്നതിനെ കുറിച്ച് യാതൊരു വിവരവും അറിയാനിടയായില്ലല്ലോ. ആ കാർത്തികയാണെങ്കിൽ അവളൊന്നും വിളിച്ചിട്ട് പറയുന്നുമില്ല. അവൾക്ക് എന്നോടെന്തോ ഒരു പേടിക്കുറവുള്ളതുപോലെ. അവൾക്ക് എന്നോട് ഇപ്പോൾ ഒട്ടും പേടിയില്ല. അങ്ങനെയുള്ള അവളുടെ ആ സ്വഭാവം ഒന്ന് മാറ്റിയല്ലേ തീരൂ. അവൾക്ക് എന്നോട് പേടിയില്ലാതെ അവൾ അങ്ങനെ പെരുമാറുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അവൾക്ക് എന്നോടുള്ള ഈ പേടിയില്ലായ്മയ്ക്ക് ഒരു പണി കൊടുത്തേ തീരൂ എന്നല്ല കാർത്തികയെ കുറിച്ച് ഓർത്തിട്ട് മാധുശ്രീ വേഗം തന്നെ കാർത്തികയുടെ ഫോണിലേക്ക് വിളിച്ചു. കാർത്തിക ഈ സമയത്ത് ഫോൺ എടുക്കാൻ മടി കാണിച്ചൊക്കെ നിൽക്കുമ്പോൾ മധുശ്രീയുടെ കോള് വരുന്നത് കണ്ട്, ഓ, ഇവളെന്തിനാ വീണ്ടും വിളിക്കുന്നത് എന്ന് ആലോചിച്ച് ഇഷ്ടമില്ലാതെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ മധുശ്രീ, എന്താ ഇപ്പൊ വിളിച്ചതെന്ന് ചോദിച്ചതും, അത് ശരി, ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞ കാര്യത്തിന്റെ റിസൾട്ട് എന്താണെന്ന് നീ വിളിച്ച് പറഞ്ഞില്ലല്ലോ. ഇന്നലെ വിഷ്ണു ശാലിനിയെ കാണാൻ പുറത്തു പോയിട്ട് വന്നതിന് ശേഷമുള്ള പിന്നീട് നടന്ന സംഭവം എന്താന്ന് നീ എന്നെ വിളിച്ചറിയിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഇത്രയും നേരം നിന്റെ കോളിനായി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എന്താ നീ വിളിക്കാതിരുന്നത് എന്ന് കാർത്തികയോട് ദേഷ്യത്തോടെ മധുശ്രീ ചോദിച്ചു. അപ്പോഴേക്കും കാർത്തിക പറഞ്ഞു, പിന്നീട് പ്രത്യേകിച്ചൊന്നും തന്നെ സംഭവിച്ചിരുന്നില്ല, അതുകൊണ്ടാണ് എന്ന് കാർത്തിക മറുപടി പറയുകയും ഇന്നലെ ഉണ്ടായ കാര്യങ്ങൾ വിശദമായി കാർത്തിക മധുശ്രീയെ ധരിപ്പിക്കുന്നു. സത്യഭാമ ഉടനെ തന്നെ ഒരു ജ്യോത്സ്യനെ വിളിച്ചതും ജ്യോത്സ്യൻ രാവിലെ തന്നെ വിവാഹത്തിന് ശേഷമുള്ള ശാന്തി മുഹൂർത്തം കുറിക്കുന്നതിനായി നല്ലൊരു മുഹൂർത്തം കുറിക്കാനായി അദ്ദേഹം ഒരുങ്ങിയപ്പോൾ അദ്ദേഹത്തിന് 8ന്റെ പണി കിട്ടിയതും അതിനുശേഷം അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ഒക്കെ ഉണ്ടായ കാര്യങ്ങളൊക്കെ വളരെ വിഷമത്തോടെ കാർത്തിക പറഞ്ഞു. എല്ലാം കേട്ട മധുശ്രീ പറഞ്ഞു, നിന്റെ ഈ സംസാരത്തിനിടയിൽ ഒരു ബഹുമാനോ ഒരു ഭയമോ ഒന്നും തോന്നുന്നില്ല. നീ ഈ പറയുന്നതൊക്കെ ആരുടെയും നിർബന്ധപ്രകാരം നീ പറയുന്നത് പോലെയാണ്. നിന്റെ ഈ ഭയമില്ലായ്മയ്ക്ക് എന്റെ കയ്യിൽ മരുന്നുണ്ടെന്ന് പറഞ്ഞത് അത് കേട്ട കാർത്തിക ചോദിച്ചു, എന്താ മാധുരി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ഭയമില്ലെന്നോ? അതെന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചതും, അതിനൊക്കെ ഒരു കാരണമുണ്ട്. എന്തായാലും ഞാനൊരു കാര്യം പറയാം. നിനക്കൊരു 15 മിനിറ്റ് ഞാൻ സമയം തരാം. ഈ സമയത്തിനുള്ളിൽ നീ കീഴൂർ റോഡിൽ വന്നിരിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ കാർത്തിക ചോദിച്ചു, 15 മിനിറ്റിലോ? അതെ, എനിക്ക് ഇവിടുന്ന് അങ്ങനെ പെട്ടെന്നൊന്നും ഇറങ്ങി വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതും മധുശ്രീ പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പറയുന്ന മിനിറ്റിനുള്ളിൽ നീ അവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ 16ാമത്തെ മിനിറ്റ് ആയാൽ ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് എൻ്റെ വണ്ടിയിൽ കയറും. 16ാമത്തെ മിനിറ്റ് ആകാനൊന്നും നോക്കി നിൽക്കില്ല. അതിനു മുമ്പ് തന്നെ ഞാൻ വണ്ടിയിൽ കയറി നേരെ സത്യാമ്മയുടെ വീട് ലക്ഷ്യം വെച്ച് പുറപ്പെടും. അങ്ങനെ സത്യാമ്മയുടെ വീട്ടിലേക്ക് ഞാൻ വരും. പിന്നെ എന്താ സംഭവിക്കുക എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആകെ വിഷമത്തിലായി. എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് ആകെ വിഷമത്തോടെ നിൽക്കുകയാണ് കാർത്തിക. അയ്യോ വേണ്ട, എനിക്കിവിടുത്തെ കീഴൂർ റോഡെന്നൊന്നും പറഞ്ഞാൽ എവിടാന്ന് പോലും എനിക്കറിയില്ല, ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും എനിക്ക് പരിചയമില്ല എന്ന് കാർത്തിക പറഞ്ഞപ്പോൾ മധുശ്രീ പറഞ്ഞു, നിനക്ക് ഞാൻ 20 മിനിറ്റ് ആയിരുന്നു സമയം തന്നിരുന്നത്. എന്നാലേ നിന്റെ എന്നോടുള്ള പെരുമാറ്റത്തിൽ നിനക്ക് ആത്മാർത്ഥതയും ഭയമൊന്നും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് നിന്റെ ആ 5 മിനിറ്റ് ഞാൻ അങ്ങ് കുറച്ചത്. അതുകൊണ്ടാണ് ഇപ്പൊ 15 മിനിറ്റ് ആയത്. ഇനിയും നിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ വന്നാൽ അങ്ങനെ ഈ മിനിറ്റിന്റെ അളവ് അങ്ങ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. മനസ്സിലായോ എന്ന് ചോദിച്ചതും കാർത്തിക പറഞ്ഞു, എന്നാ ഞാൻ ഇപ്പൊ തന്നെ എത്താം മധുശ്രീ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. മധുശ്രീയുമായി കാർത്തിക സംസാരിക്കുന്നത് ആ നിമിഷം അതുവഴി വരുന്ന ശ്യാമ കേൾക്കാനിടയായി. എന്തൊക്കെയോ അടക്കി പിടിച്ച് സംസാരിക്കുന്നതാണ് ശ്യാമ കേട്ടത്. അവരുടെ സംസാരം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എന്തോ അടക്കി പിടിച്ച താഴ്ന്ന ശബ്ദത്തിലാണ് കാർത്തിക സംസാരിക്കുന്നതെന്ന് ശ്യാമയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ എന്തായിരിക്കും കാര്യം എന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ചെന്നും
പെട്ടെന്ന് കാർത്തിക വേഗം പുറത്തേക്ക് ഇറങ്ങി. എന്തായിരിക്കും ആളെ ഇവള് ഭയക്കുന്നത്? ആരുടെയോ ഫോൺ കോൾ വന്നതിന് ശേഷം ഇവളാകെ ടെൻഷനിലാണല്ലോ എന്ന് ശ്യാമയ്ക്ക് മനസ്സിലായി. ശ്യാമ ഉടനെ തന്നെ കാർത്തിക ടെൻഷനിക്കുന്നതിന് കാരണം എന്തായിരിക്കും എന്ന് ആലോചിച്ചാൽ നിന്നും കാർത്തിക വേഗം തന്നെ താഴേക്ക് ഓടിയെത്തി. താഴെ നിൽക്കുന്ന ഡ്രൈവറോട് കീഴൂർ റോഡിലേക്കുള്ള റൂട്ട് ഏതാണെന്ന് ചോദിച്ചു. അദ്ദേഹം താൻ കൊണ്ടേ വിടാമെന്ന് പറഞ്ഞിട്ടും കാർത്തിക വേണ്ട ഒരു ഓട്ടോയിൽ പൊയ്ക്കൊള്ളാമെന്ന് പറഞ്ഞ് വേഗം ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. ഇത് കണ്ടതോടെ ശ്യാമയ്ക്ക് ആകെ സംശയമേറി. സംശയം ഉടനെ ആയതുകൊണ്ട് ശ്യാമ ഉടനെ തന്നെ താഴെ നിന്ന് ഡ്രൈവറുടെ അരികിലേക്ക് എത്തി ചോദിച്ചു, അല്ല ആ കാർത്തിക അവളെന്താ പറഞ്ഞത്? അത് കേട്ട് അയാൾ പറഞ്ഞു, ഈ കീഴ് റോഡിലേക്കുള്ള റൂട്ട് ഏതാണെന്ന് എന്നോട് ചോദിച്ചതാ. ഞാൻ കൊണ്ടുപോയി വിടാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. ഒരു ഓട്ടോ വിളിച്ച് പൊയ്ക്കൊള്ളാമെന്ന് പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞു. അത് കേട്ടതും ശ്യാമയ്ക്ക് സംശയം മൂർച്ഛിച്ചു. ഉടനെ തന്നെ ശ്യാം അകത്തേക്ക് വന്നിട്ട് ശാലിനിയുടെ ഫോണിലേക്ക് വിളിച്ചു. കുഞ്ഞേച്ചി, മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. ആ കാർത്തികയുടെ ഫോണിലേക്ക് ആരോ വിളിച്ചു. ആരും കേൾക്കാത്ത രീതിയിൽ പതിഞ്ഞ ശബ്ദത്തിലാണ് കാർത്തിക പിന്നീട് സംസാരിച്ചത്. എന്തോ ആരുടെയോ ഫോൺ കോളാ വന്നെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കാർത്തികയിൽ നിന്ന് കുറെ ദൂരെ മാറി നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ശാലിനി ചോദിച്ചു, എന്തായിരുന്നു അവർ സംസാരിച്ചതെന്ന് എന്തെങ്കിലും ഒരു ഊഹം ഉണ്ടോ? എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ കാർത്തികയുടെ ആ സംസാരം കേട്ടിട്ട് തനിക്കൊന്നും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും, ഇനി അഥവാ ദൂരെയല്ല അടുത്ത് ആയിരുന്നെങ്കിൽ തന്നെ ഒന്നും തിരിച്ചറിയാൻ പറ്റുമായിരുന്നില്ല. അതുപോലെ അടക്കി പിടിച്ചുള്ള സംസാരമായിരുന്നു കാർത്തികയുടേത് എന്ന് വിഷമത്തോടെ ശ്യാമ അറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും ശ്യാമയുടെ സംസാരം കൂടി കേട്ടതോടെ ശാലിനി പറഞ്ഞു, എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പായി. അവരുടെ വിവാഹം നടന്നിട്ടില്ല എന്നത് എന്റെ വെറും സംശയമല്ല, അത് സത്യം തന്നെയാണ്. ഇനി എന്തിന് ഇവരിങ്ങനെ ഒരു നാടകം കളിക്കുന്നു? അതിന്റെ പിന്നിലത്തെ സത്യാവസ്ഥയാണ് ഇനി കണ്ടെത്തേണ്ടത് എന്ന് ശ്യാമയോട് ശാലിനിയുടെ ഈ പെരുമാറ്റത്തിൽ നിന്നൊക്കെ ശാലിനിയെ പുറത്തു കൊണ്ടുവന്നതിന് വേണ്ടിയുള്ള പോംവഴിയും ഇതുതന്നെയാണെന്നും ശാലിനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് ശാലിനിയെ അറിയിക്കണമെന്നും കാർത്തികയും വിഷ്ണുവേട്ടനുമായിട്ടുള്ള ബന്ധത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നും അവർ തമ്മിൽ ഒരിക്കലും വിവാഹം കഴിച്ചിട്ടില്ല എന്ന തന്റെ വിശ്വാസമാണ് വിജയിക്കാൻ പോകുന്നതെന്നൊക്കെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അവർ ഉടനെ തന്നെ കാർത്തികയുടെ ഇപ്പോഴത്തെ ആശങ്കയോടുള്ള യാത്ര എവിടേക്കായിരുന്നുവെന്ന് ശാലിനി അന്വേഷിച്ചു. അത് കേട്ട ഉടനെ തന്നെ ശാലിനിയുടെ ചോദ്യം കേട്ട് ശ്യാമ പറഞ്ഞു, കുഞ്ഞേച്ചി, കീഴൂർ റോഡിലേക്കാണ് കാർത്തിക പോയിരിക്കുന്നത്. ഇവിടുത്തെ ഡ്രൈവർ കൊണ്ട് വിടാമെന്ന് പറഞ്ഞിട്ടും തനിച്ച് ഒരു ഓട്ടോയിൽ പൊയ്ക്കൊള്ളാമെന്ന് പറഞ്ഞു പോയപ്പോൾ അതിലെന്തോ പന്തികേടില്ലേ കുഞ്ഞേച്ചി എന്ന് ചോദിച്ചപ്പോൾ ശ്യാമയുടെ ചോദ്യം കേട്ട് ശാലിനി പറഞ്ഞു, തീർച്ചയായിട്ടും അതിലെന്തോ ഒരു പന്തികേടുണ്ട്. എന്തായാലും നമുക്ക് ഉടനെ കണ്ടെത്താം എന്ന് പറഞ്ഞ് ശാലിനി ഫോൺ വെച്ചു. പിന്നീട് കാർത്തികയെക്കുറിച്ച് ആലോചിച്ചു. വിഷ്ണുവിനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് തട്ടിയെടുക്കാൻ പലരും ശ്രമിച്ചതാണ്. പക്ഷെ അവരിൽ നിന്നൊക്കെ ഞാൻ എൻ്റെ വിഷ്ണുവിനെ സംരക്ഷിച്ചു പിടിച്ചു. അവസാനം എന്നിൽ നിന്ന് തട്ടിയെടുത്തത് അവൾ മാത്രമാണ്. അപ്പോൾ അവൾ ആരാണെന്നും അതിന്റെ പിന്നിൽ ലക്ഷ്യം എന്താണെന്നും എനിക്കറിയണം എന്ന് ശാലിനിയെ മനസ്സിലുറപ്പിക്കുമ്പോൾ മധുശ്രീ പറഞ്ഞനുസരിച്ച് കീഴ് റോഡിലേക്ക് കൃത്യമായി തന്നെ അവിടേക്ക് ഓടിയെത്തുകയാണ് കാർത്തിക അവിടേക്ക് വന്നതും ഉടനെ തന്നെ കാർത്തികയോട് മധുശ്രീ പറഞ്ഞു, അപ്പോൾ നിനക്ക് പേടിയുണ്ടല്ലേ? ഞാൻ പറഞ്ഞ കൃത്യസമയത്ത് നീ എത്തുമല്ലേ എന്ന് ചോദിച്ചു. കാർത്തിക പറഞ്ഞു, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് പേടിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ സത്യങ്ങളൊക്കെ മറ്റുള്ളവർ അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തോർത്ത് ആ ഭയമാണ് എന്നെ മനസ്സിലാകെ എന്ന് കാർത്തിക പറഞ്ഞതും മധുശ്രീ പറഞ്ഞു, അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല. എന്തായാലും നീ ഇപ്പൊ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി അത് മറ്റാർക്കും പ്രശ്നമുണ്ടാക്കില്ലെങ്കിലും ശാലിനിയെ വല്ലാതെ വേദനിപ്പിക്കും. അതാണ് വേണ്ടത്. നീ എല്ലാ അർത്ഥത്തിലും വിഷ്ണുവിന്റെ ഭാര്യയാണെന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അപ്പോഴാണോ നീ ഇങ്ങനെ ഓരോ പ്രവൃത്തികൾ ചെയ്തു കൂട്ടുന്നത്? നിനക്ക് ഇപ്പോ നീ കാണിച്ച ഒരു മണ്ടത്തരവും അത് തന്നെയാണ്. ഉടനെ തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം നീ കണ്ടെത്തിയേ തീരൂ. ഒരിക്കൽ പോലും മറ്റാരും സത്യങ്ങൾ തിരിച്ചറിയരുത്. നീ ഒരമ്മയാകാൻ പോകുന്നു എന്നൊരു ധാരണ എല്ലാവരിലും ഉണ്ടാക്കുകയും വിഷ്ണുവാണ് അതിന്റെ അച്ഛനെന്നുള്ള ആ ഒരു ബോധവും ആ ഒരു സംശയം എല്ലാവരുടെ മനസ്സിലുളവാക്കുകയും ചെയ്യണം. എന്തായാലും വിവാഹം കഴിക്കാതെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അവിടെ കഴിഞ്ഞു കൂടുകയാണല്ലോ, മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആശങ്കയും സങ്കടങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ എന്നേക്കുമായി തകർത്ത് കളയുന്ന പ്രവൃത്തിയാണ് ഇനി നീ ചെയ്യേണ്ടത്. അതിന് നിനക്ക് എന്ത് സഹായവും ഞാൻ നൽകിയിരിക്കും എന്ന് മധുശ്രീ കാർത്തികയോട് പറയുമ്പോൾ കാർത്തിക ആകെ ടെൻഷനോടെ മധുശ്രീയെ നോക്കുന്നു.